ചരിത്രത്തിലാദ്യമായി തലപ്പിള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടി സിപിഐഎം നേതൃത്വം നൽകിയ സഹകരണ സംരക്ഷണ മുന്നണി. ചരിത്ര വിജയത്തിന്റെ ഭാഗമായതിന്റെ അഭിമാനത്തിൽ കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി കെ.ജെ. ബിജു. ബുധനാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിലാണ് കാലങ്ങളായി കോൺഗ്രസ് ഭരണം കൈയാളിയിരുന്ന തലപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ സിപിഎം പിടിച്ചെടുത്തത്. 11-അംഗ ഭരണസമിതിയിലേക്ക് സിപിഎം പ്രതിനിധികളായ 6 പേർ വിജയിച്ചതോടെയാണ് ഭരണം പിടിച്ചെടുക്കാനായത്. പ്രാഥമിക സംഘം ജീവനക്കാരുടെ പ്രതിനിധിയായാണ് കെ.ജെ. ബിജു മത്സരിച്ചത്. എതിർ സ്ഥാനാർത്ഥിയെ വലിയ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് ബിജു ഭരണസമിതിയുടെ ഭാഗമായി ചരിത്രം കുറിച്ചത്. തിരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് വിജയിക്കാനായതിലും അതിന്റെ ഭാഗമാകാനും കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് ബിജു പറഞ്ഞു. സഹകാരികൾക്ക് ഗുണകരമാകുന്ന പ്രവർത്തനങ്ങൾക്ക് ഭരണസമിതി നേതൃത്വം നൽകുമെന്നും ബിജു കൂട്ടിച്ചേർത്തു. തലപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ജീവനക്കാരുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട്. ചരിത്രത്തിലാദ്യമായാണ് ഇടതുപക്ഷ പാനൽ തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ പിടിച്ചെടുക്കുന്നത്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതോടൊപ്പം തന്നെ സഹകാരികൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ സർക്കിൾ സഹകരണ യൂണിയൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. എല്ലാ സഹായ സഹകരണങ്ങളും സഹകാരികളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളും. പ്രാഥമിക സഹകരണ സംഘം പ്രതിനിധികളായി മത്സരിച്ച എൻ.കെ. പ്രമോദ് കുമാർ, യു.എസ്. കൃഷ്ണൻകുട്ടി, എം.കെ. മോഹനൻ, പട്ടികജാതി പ്രതിനിധി എം.കെ. സുകുമാരൻ, ക്ഷീരസംഘം പ്രതിനിധി സി.വി. സുനിൽകുമാർ എന്നിവരാണ് സിപിഎം പാനലിൽ നിന്ന് മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച മറ്റുള്ളവർ. ഇന്നുവരെ ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിയാതിരുന്ന തലപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ഭരണം ഇടതുപക്ഷത്തിനു നൽകിയ സഹകാരികൾക്കും ജീവനക്കാർക്കും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി നന്ദി അറിയിച്ചു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ഇ.ഡി. പോലെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾക്ക് ചൂട്ടുപിടിച്ച കോൺഗ്രസിന്റെ നെറികെട്ട അല്ലെങ്കിൽ ശരിയല്ലാത്ത സഹകരണ മേഖലയെ തകർക്കുന്ന നടപടികൾക്കെതിരായ സഹകാരികളുടെ അതിശക്തമായ പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ തലപ്പള്ളി താലൂക്കിലെ സർക്കിൾ സഹകരണ യൂണിയനിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, സഹകരണ സംരക്ഷണ മുന്നണിയെ കൊണ്ടുവന്ന് നടന്നിട്ടുള്ളത് എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.